ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ ശക്തമായൊരു പ്രസംഗമാണ് നടത്തിയത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൻ്റെ ദീർഘകാലത്തെ ചരിത്രവും പശ്ചാത്തലവും ജൂത സമൂഹം ഇന്ത്യക്കാർക്ക് ചെയ്തു കൊടുത്ത നന്മയും അവരെങ്ങനെ തിരിച്ച് ജൂതരാഷ്ട്രത്തിൽ ചെന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി അവരിപ്പോഴും ആത്മാർത്ഥമായിട്ട് ശബ്ദമുയർത്തുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു. ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കുവാൻ പറ്റുന്ന ഒരു നിമിഷമാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്നുള്ളത് വളരെ അർത്ഥവത്താണ്. അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്ത് മാത്രമല്ല, എൻ്റെ ഒരു സഹോദരനും കൂടിയാണ്. എത്രത്തോളം കരുതലാണ് ഇന്ത്യൻ ജനതയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നതെന്നുള്ളത് ഏതൊരു ഭാരതീയനെയും അഭിമാന പുളകിതനാക്കുന്ന ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം ഇന്ത്യയെയും ഇന്ത്യക്കാരെയുമെല്ലാം വളരെയേറെ കരുതുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് നരേന്ദ്രമോദിയും അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്ന് ലോകക്രമത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കും. എല്ലാവിധ ആശംസകളും ഈ നരേന്ദ്രമോദിക്കും അതുപോലെ നേരുന്നു.